നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഫിനാൻഷ്യൽ ക്ലൗഡിൻ്റെ ക്ലാസ്സുകളാണ്. ഇന്ന് നമ്മൾ പറയുന്നത് KFC നാലാമത്തെ അധ്യായത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ശമ്പളം, അലവൻസ്, ലീവ് തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന പൊതുവായ നിയമങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഏതിലാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം, സർക്കാർ ജീവനക്കാരുടെ എല്ലാ കാര്യങ്ങളെ പറ്റിയും പ്രതിപാദിക്കുന്ന റൂൾസ് എന്ന് പറയുന്നത് കേരള സർവീസ് റൂൾസ് ആണ്, അഥവാ KSR. അതുകൊണ്ട് ആൻസർ കേരള സർവീസ് റൂൾസ് ആണ്. ഇനി ഓൾ ഇന്ത്യ സർവീസിലെ തസ്തികകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുന്നത് ആരാണ്? ഓൾ ഇന്ത്യ സർവീസ് ആണ്. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് ആകുമ്പോൾ അതിൽ തസ്തിക സൃഷ്ടിക്കാനും മാറ്റം വരുത്താനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനാണ്. ആൻസർ സെൻട്രൽ ഗവൺമെന്റ്. സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുള്ളത് ഏത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തസ്തികകൾ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ നിർത്തലാക്കാനോ ആണ്. The state government have power to create or abolish any post in connection with the affairs of the state. ആൻസർ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിന്റെ കാര്യം വരുമ്പോൾ അവിടെയുള്ള തസ്തികകൾ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ തസ്തികകൾ ഒഴിവാക്കാനോ ഒക്കെയുള്ള തീരുമാനം എടുക്കാൻ പറ്റുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. അടുത്ത ചോദ്യം. ഓൾ ഇന്ത്യ സർവീസ് ഒഴികെയുള്ള സംസ്ഥാന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏത് തസ്തികയും സൃഷ്ടിക്കാനോ നിർത്തലാക്കാനോ സർക്കാരിന് അധികാരം നൽകുന്ന KFC വോളിയം 1 ആർട്ടിക്കിൾ ഏതാണ്? അതായത് സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റിന് തസ്തിക സൃഷ്ടിക്കാം, തസ്തിക നിർത്തലാക്കാം, ഇതിനൊക്കെ അധികാരം നൽകുന്ന കേരള ഫിനാൻഷ്യൽ കോഡിലെ ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ ആർട്ടിക്കിൾ 68 ആണ്. അടുത്ത ചോദ്യം. സൂപ്പർ ന്യൂമറി തസ്തികകളുടെ റെക്കോർഡ് സൂക്ഷിക്കേണ്ടത് ആരാണ്? സൂപ്പർ ന്യൂമറി തസ്തികകളുടെ റെക്കോർഡ് സൂക്ഷിക്കേണ്ടത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ചോദ്യം. ഒരു സ്ഥാപനത്തിലെ അനുവദിക്കപ്പെട്ട തസ്തികകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ നിലവിലുള്ള എണ്ണത്തിന് പുറമേ സൃഷ്ടിക്കുന്ന തസ്തിക ഏതാണ്? ശ്രദ്ധിക്കുക, ഒരു സ്ഥാപനത്തിൽ അനുവദിക്കപ്പെട്ട തസ്തികകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നില്ല, അത് കൂടാതെ നിലവിലുള്ള എണ്ണത്തിന് പുറമെ സൃഷ്ടിക്കുകയാണ് കുറച്ച് തസ്തികയുടെ യഥാർത്ഥത്തിലുള്ള തസ്തികയുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ നിലവിലുള്ള എണ്ണത്തിന് പുറമെ കുറച്ച് തസ്തിക കൂടി വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പൊ യഥാർത്ഥത്തിലുള്ള ഇവിടെ വർദ്ധിപ്പിക്കുന്ന അതിന്റെ പേരാണ് സൂപ്പർ ന്യൂമറി തസ്തികകൾ. സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? സൂപ്പർ ന്യൂമറി തസ്തികകൾ സൃഷ്ടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഫോർ അക്കോമഡേറ്റിംഗ് എ പെർമനന്റ് ഓഫീസർ, ഒരു സ്ഥിര ജോലിയിലുള്ള സ്ഥിര ഓഫീസറെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്, അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിക്കുന്നത്. സൂപ്പർ ന്യൂമറി തസ്തിക എത്ര കാലം തുടരും? എത്ര കാലം തുടരും എന്ന് ചോദിച്ചാൽ പല സാഹചര്യങ്ങൾ കൊണ്ട് തുടരാം. അതിലൊന്ന്, ടിൽ ദ ഓഫീസർ അപ്പോയിന്റഡ് റിട്ടയേഴ്സ്, അതായത് അപ്പോയിന്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്താൽ ആ സൂപ്പർ ന്യൂമറി തസ്തിക ഇല്ലാതാവാം. മറ്റൊരു സാഹചര്യം, ഫോർ എ ഫിക്സഡ് പീരീഡ്. ഈ സൂപ്പർ ന്യൂമറി തസ്തിക നേരത്തെ നിശ്ചയിച്ചപ്പോൾ അതൊരു കൃത്യമായ കാലത്തേക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, ഫോർ എ ഫിക്സഡ് പീരീഡ്. അല്ലെങ്കിൽ ടിൽ ദ ഓഫീസർ അപ്പോയിന്റഡ് അബ്സോർബ്ഡ് ടു ജനറൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു സ്ഥിര തസ്തികയിലേക്ക് ഇദ്ദേഹത്തെ അബ്സോർബ് ചെയ്യുന്നത് വരെ. ഈ മൂന്ന് സാഹചര്യങ്ങളിൽ ഒരു സൂപ്പർ ന്യൂമറി തസ്തിക തുടരാം. ഇപ്പൊ സൂപ്പർ ന്യൂമറി തസ്തിക തുടരുന്നത് ഈ പറയുന്ന മൂന്ന് സാഹചര്യങ്ങളിലാണ്. ഒന്നുകിൽ ആ അപ്പോയിന്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യുമ്പോൾ സൂപ്പർ ന്യൂമറി തസ്തിക ഇല്ലാതാവും. അല്ലെങ്കിൽ ഗവൺമെന്റ് നേരത്തെ തന്നെ സൂപ്പർ ന്യൂമറി തസ്തിക തീരുമാനിച്ചപ്പോൾ ഒരു പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും, ഇത്ര കാലത്തേക്കെന്ന്. അങ്ങനെയെങ്കിൽ ഫോർ എ ഫിക്സഡ് പീരീഡ്
എന്ന് വേണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ കൃത്യകാലം കഴിയുമ്പോൾ ഈ സൂപ്പർ ന്യൂമറി തസ്തിക ഇല്ലാതാവും. ഇനി അതും അല്ലെങ്കിൽ ടിൽ ദ ഓഫീസർ അപ്പോയിന്റഡ് അബ്സോർബ് ടു ജനറൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ജനറൽ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് ഒരു ഓഫീസറെ, ആ സൂപ്പർ ന്യൂമറിയായി നിയമിച്ച ഉദ്യോഗസ്ഥനെ തിരികെ സ്ഥിര തസ്തികയിലേക്ക് അബ്സോർബ് ചെയ്യുമ്പോൾ ഈ സൂപ്പർ ന്യൂമറി തസ്തിക ഇല്ലാതാവാം. തസ്തികളുടെ എണ്ണം കുറച്ചത് മൂലം ഒരു ജില്ലാ സപ്ലൈ ഓഫീസിലെ 2 LD ക്ലർക്കുമാരെ സൂപ്പർ ന്യൂമറി തസ്തികകൾ നിലനിർത്തിയിരിക്കുന്നു. അടുത്ത മാസം അതേ ജില്ലയിലെ 2 താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ ഉണ്ടാകുന്ന 2 ഒഴിവുകൾ എങ്ങനെ നികത്തും? അതായത് ഒരു പിന്നെ ജില്ലാ സപ്ലൈ ഓഫീസിലെ 2 ക്ലർക്കുമാർ തസ്തിക കുറച്ചതുകൊണ്ട് അധികമായിട്ട് വന്നു. ആ അധികമായ വന്ന ഓഫീസർമാരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് അത് 2 സൂപ്പർ ന്യൂമറി തസ്തിക അവിടെ സൃഷ്ടിച്ചു. അങ്ങനെ ആ സൂപ്പർ ന്യൂമറി തസ്തികയിൽ ഇവരെ വർക്ക് ചെയ്യാൻ അനുവദിച്ചു. എന്നതിന് ശേഷം അടുത്ത മാസം താലൂക്ക് സപ്ലൈ ഓഫീസിൽ 2 ഒഴിവ് വരുന്നുണ്ട് LD ക്ലർക്കിന്റെ. അങ്ങനെയെങ്കിൽ ഇവരെ എങ്ങനെ റീഅറേഞ്ച് ചെയ്യും? അതിന്റെ റീഅറേഞ്ച്മെന്റ് ഒന്നുമില്ല. അവിടെ ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ 2 ഒഴിവ് വന്നപ്പോൾ ഈ 2 സൂപ്പർ ന്യൂമറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇവർ 2 പേരെ അങ്ങോട്ട് അബ്സോർബ് ചെയ്യാം. അടുത്ത ചോദ്യം, ഒരു സൂപ്പർ ന്യൂമറി തസ്തിക സാധാരണയായി സൃഷ്ടിക്കുന്നത് എന്തിനാണ്? ആൻസർ ടു അക്കോമഡേറ്റ്, അത് നമ്മൾ നിരവധി തവണ പറഞ്ഞാണ്, ടു അക്കോമഡേറ്റ് ലീൻ ഓഫ് ആൻ ഓഫീസർ ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് എ റെഗുലർ പെർമനന്റ് പോസ്റ്റ്. റെഗുലർ പെർമനന്റ് പോസ്റ്റ് ഇല്ലാതാവുമ്പോൾ, കിട്ടാതാവുമ്പോൾ, എന്നാൽ ആ ഓഫീസറെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ സൂപ്പർ ന്യൂമറി തസ്തിക നമ്മൾ സൃഷ്ടിക്കുന്നത്. നോക്കുക, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൊപ്പോസൽ, സാധാരണ നമ്മൾ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൊപ്പോസലിനെ പറ്റി പറഞ്ഞിരുന്നു. അത് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിവരങ്ങൾ എന്തെല്ലാം? ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വർദ്ധിപ്പിക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യേണ്ട സാഹചര്യം, ഒരു റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസൽ സമർപ്പിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പരിഷ്കരണത്തിന് ശേഷമുള്ള ചിലവ്. അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ഒന്ന് പരിഷ്കരിച്ചാൽ അതിന് ശേഷമുള്ള ചെലവിനെ പറ്റി അതിൽ വിവരങ്ങൾ ഉണ്ടാവണം. രണ്ടാമത്തത്, ഉൾപ്പെട്ടിരിക്കുന്ന അധിക ചെലവ്. ഇത്തരത്തിൽ എസ്റ്റാബ്ലിഷ്മെന്റ് കൂട്ടിക്കഴിഞ്ഞാൽ, വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അധിക ചെലവ് എത്രയുണ്ടാവുമെന്ന് നമ്മൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച് പ്രൊപ്പോസലിൽ കാണിച്ചിരിക്കണം. അടുത്തത്, തസ്തികളുടെ എണ്ണത്തെയും ശമ്പളത്തെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ ഈ പ്രൊപ്പോസലിൽ ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, പരിഷ്കരണത്തിന് ശേഷമുള്ള ദ കറസ്പോണ്ടിങ് കോസ്റ്റ് ആഫ്റ്റർ റിവിഷൻ. പിന്നെ ഉൾപ്പെട്ടിരിക്കുന്ന അധിക ചെലവ്, ദ എക്സ്ട്രാ കോസ്റ്റ് ഇൻവോൾവ്ഡ്. ദെൻ തസ്തികളുടെ എണ്ണത്തെയും ശമ്പളത്തെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ, അതായത് ദ ഡീറ്റെയിൽസ് ഓഫ് ദി നമ്പർ ആൻഡ് പേ ഓഫ് ദ പോസ്റ്റ്. അടുത്ത ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്, എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൊപ്പോസലുകൾക്കൊപ്പം നൽകേണ്ടതില്ലാത്ത വിവരം എന്താണ്? ഇപ്പൊ നൽകേണ്ട വിവരങ്ങൾ 3 നമ്മൾ പറഞ്ഞത്. താഴെ കാണുന്നവയിൽ നൽകേണ്ടതില്ലാത്ത വിവരം ഏതാണെന്നാണ് ഒരു ചോദ്യമായിട്ട് ചോദിച്ചത്. അതിൽ നമുക്ക് പറയാനുള്ളത്, ഇതിനകത്ത് കാണുന്ന ഉത്തരം എന്താന്ന് വെച്ചാൽ, അതായത് മറ്റതെല്ലാം നമ്മൾ പറഞ്ഞതായതുകൊണ്ട് അയൽ സംസ്ഥാനങ്ങളിലെ സമാന തസ്തികകളുടെ ശമ്പളം അത് നമ്മൾ പ്രൊപ്പോസലിൽ കൊടുക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ചട്ടങ്ങൾക്കനുസരിച്ചുള്ള വിവരങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിലെ സ്കെയിൽ ഓഫ് പേ ഓഫ് ദ ഇക്വലന്റ് പോസ്റ്റ് ഇൻ നെയ്ബറിംഗ് സ്റ്റേറ്റ്. നെയ്ബറിംഗ് സ്റ്റേറ്റിലെ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലെ സമാന തസ്തികകളുടെ ശമ്പളത്തെ പറ്റിയിട്ടുള്ള ഒരു കാര്യം ആണ് ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് പറയാം. അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിലെ ചട്ടങ്ങളാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, കാലാവധി പ്രത്യേകം പറയാത്ത താൽക്കാലിക നിയമനങ്ങളുടെ അനുമതി എത്ര കാലയളവിൽ പുതുക്കേണ്ടതുണ്ട്? നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു താൽക്കാലിക നിയമനം നടത്തുമ്പോൾ അതിന്റെ കാലാവധി പറയേണ്ടതുണ്ട്. ഇനി കാലാവധി പറഞ്ഞില്ലെങ്കിൽ അത് ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ പുതുക്കണം. അങ്ങനെയെങ്കിൽ ആ കാലയളവ് എത്രയാണ്? കാലയളവിന് മുമ്പേ നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് ആ പീരീഡ് വരെ അപ്പോയിന്റിങ് നടത്താവൂ. അത് കഴിഞ്ഞാൽ അത് പുതുക്കിയ ഉത്തരവ് കിട്ടണം ശരിക്കും. അപ്പോൾ അങ്ങനെ കാലാവധി പറയാത്ത താൽക്കാലിക നിയമനങ്ങളുടെ ടെമ്പററി അപ്പോയിന്റ്മെന്റിന്റെ അനുമതി എത്ര കാലയളവിലാണ് പുതുക്കേണ്ടത്? അതിന്റെ ആൻസർ 6 മാസമാണ്. 6 മാസം കൂടുമ്പോൾ
ഇതിൻ്റെ അനുമതി വീണ്ടും പുതുക്കണം. താൽക്കാലിക സ്ഥാപനങ്ങളെ സംബന്ധിച്ച അധിക നിയമങ്ങൾ വോളിയം 1 ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയത്? ടെമ്പററി എസ്റ്റാബ്ലിഷ്മെന്റിനെ പറ്റി പറയുന്ന KFCയിലെ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. ടെമ്പററി താൽക്കാലിക നിയമനങ്ങൾ അല്ലെ താൽക്കാലിക എസ്റ്റാബ്ലിഷ്മെന്റുകൾ, അതായത് ആർട്ടിക്കിൾ 73. അടുത്തത് KFC ആർട്ടിക്കിൾ 73 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആ ചോദ്യം തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്. KFC ആർട്ടിക്കിൾ 73 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ ടെമ്പററി എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ചാണ് KFC ആർട്ടിക്കിൾ 73 പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, അക്കൗണ്ടന്റ് ജനറൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റുമായി ആലോചിച്ച് ഒരു നോൺ ഗസറ്റഡ് എസ്റ്റാബ്ലിഷ്മെന്റിനെ വിവിധ സെക്ഷനുകളായി തിരിക്കുന്നത് പ്രധാനമായും ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ്? ശ്രദ്ധിക്കുക, അക്കൗണ്ടന്റ് ജനറൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റുമായി ഡിസ്കസ് ചെയ്തിട്ട്, അത് പൊതുവായിട്ടുള്ള കാര്യമാട്ടോ, ഒരു പർട്ടിക്കുലർ അല്ല, ത്രൂ ഔട്ട് കേരള കൂടിയാലോചിച്ചിട്ട് ഒരു നോൺ ഗസറ്റഡ് എസ്റ്റാബ്ലിഷ്മെന്റിനെ, ഒരു പിന്നെ ഇപ്പോൾ NGOs ഒക്കെ ഉള്ള ക്ലർക്കുമാരും ഒക്കെ മൊത്തത്തിലുള്ള ഒരു കാറ്റഗറിയെ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ അവരെ വിവിധ സെക്ഷനുകളായി തിരിക്കുന്നു. അങ്ങനെ തിരിക്കുന്നത് എന്തിനാണ്? ഒന്ന്, ഓഡിറ്റിംഗ് എളുപ്പമാക്കുന്നതിന്. ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഓഡിറ്റിംഗ് എളുപ്പമാക്കുന്നതിന് സെക്ഷൻ തിരിക്കും. മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യം, ശമ്പള ബില്ലുകൾ തയ്യാറാക്കുന്നത് ക്രമീകരിക്കുന്നതിന്. ഇപ്പം ശമ്പള ബില്ലുകളൊക്കെ തയ്യാറാക്കുമ്പോൾ സെക്ഷൻ വൈസ് ശമ്പള ബില്ലുകൾ തയ്യാറാക്കാം. ഈ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോൺ ഗസറ്റഡ് എസ്റ്റാബ്ലിഷ്മെന്റിനെ പ്രത്യേക സെക്ഷനുകളാക്കി തിരിക്കുന്നത്. നമ്മൾ അടുത്ത ചോദ്യം നമ്മൾ പറഞ്ഞിരുന്നു, പിന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ഓരോ മാസത്തെയും ശമ്പളം 3 ദിവസങ്ങൾ കൊണ്ടാണ് കൊടുത്തു തീർക്കുന്നത്. ആദ്യത്തെ 3 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ടാണ് കൊടുത്തു തീർക്കുന്നത് ശരിക്കും. അപ്പൊ അത് കൃത്യമായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ, ഇന്ന ആൾക്കാർ ഓരോ ടൈമിലും. ഇപ്പോൾ ഒന്നാമത്തെ പ്രവൃത്തി ദിവസം കൊടുക്കേണ്ട ഒരു ടീമാണ് റവന്യൂ വകുപ്പിന്റെ സാലറി എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രവൃത്തി ദിവസമാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ശമ്പളം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രവൃത്തി ദിവസമാണ്. മൂന്നാമത്തെ പ്രവൃത്തി ദിവസത്തിന് ഉദാഹരണമാണ് കൃഷി, ഫിഷറീസ്, ഇൻഡസ്ട്രീസ്, ഇതൊക്കെ മൂന്നാമത്തെ പ്രവൃത്തി ദിവസം. അപ്പോൾ ഓരോ പ്രവൃത്തി ദിവസങ്ങളിലും ആർക്കൊക്കെ സാലറി കൊടുക്കണം എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് കണ്ടുണ്ട്. അതാണ് ഇവിടുത്തെ ചോദ്യം. ഏത് വകുപ്പിന്റെ when a payment due for a part of month should ordinarily be made at once without the bills and checks of which department is encashable on the third working day of the month. മൂന്നാമത്തെ പ്രവൃത്തി ദിവസം സാലറി കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്? അതിലൊന്ന്, നമുക്കിവിടെ ഓപ്ഷൻസ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അഗ്രികൾച്ചർ, ഫിഷറീസ്, ഇൻഡസ്ട്രീസ്, ഇത് 3 എണ്ണമാണ് ഇവിടുത്തെ ഓപ്ഷൻ. ഈ പറഞ്ഞ അനുസരിച്ച് ഈ 3 ഓപ്ഷനും കറക്റ്റാണ്. തേർഡ് വർക്കിംഗ് ഡേയിലാണ് ഈ 3 ഡിപ്പാർട്ട്മെന്റിലും സാലറി കൊടുക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോവ്. അടുത്ത ചോദ്യം, ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഒരു മാസത്തെ ഭാഗിക ശമ്പളം മാസാവസാനം വരെ കാത്തു നിൽക്കാതെ നൽകേണ്ടത്? ഇപ്പൊ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഒരാൾ, ഞാൻ ഈ ക്ലാസ് ഈ കണ്ടന്റ് വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. നമ്മൾ പാർട്ട് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് KSRൽ, പാർട്ട് പേയ്മെന്റ്. അപ്പൊ പാർട്ട് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസം പൂർണ്ണമായിട്ടും ജോലി ചെയ്യാതെ ഒരാൾക്ക് നമ്മൾ സാലറി കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. ഇപ്പോൾ ഒരു സാഹചര്യം, ഒരാൾ ഒരു മാസത്തിന്റെ 10-ാം തീയതി നോൺ ഗസറ്റഡ് തസ്തികയിൽ നിന്ന് ഗസറ്റഡ് തസ്തികയിലേക്ക് പോയി. അപ്പോൾ 10-ാം തീയതി അയാൾ റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് 10-ാം തീയതി വരെയുള്ള സാലറി അഡ്വാൻസ് 11-ാം തീയതി ബില്ല് കൊടുക്കാം. അതിനാണ് നമ്മൾ പാർട്ട് പേയ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഗസറ്റഡ് തസ്തികയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗസറ്റഡ് ഓഫീസറുടെ സാലറി എന്ന് പറയുന്നത് അവിടെ LPC വെച്ചിട്ടല്ല മാറുന്നത്. അവിടെ പ്രധാനമായിട്ട് പേ സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്, AGയുടെ കൺട്രോളിലേക്ക് അവർ പോവാണ്.
അപ്പോൾ അതുകൊണ്ട് 10-ാം തീയതി വരെ ഉള്ള സാലറി ക്ലെയിം ചെയ്തിട്ട് പിന്നെ പാർട്ടായിട്ട് ക്ലെയിം ചെയ്ത് അവർക്ക് LPC കൊടുക്കാവുന്നതാണ്. ആ മാസത്തിന്റെ അവസാനം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഒന്ന്. അല്ല എങ്കിൽ അല്ലാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഫൈനലി കിഡ്സ് ഒരു ഓഫീസർ, ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു പ്രൊമോഷനാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസർ വിരമിച്ചു, ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ അയാള് ക്വിസ് സർവീസ്, അങ്ങനെ സർവീസിൽ നിന്നും ക്വിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്കും എന്തായി പാർട്ട് പേയ്മെന്റ് നമുക്ക് നൽകാവുന്നതാണ്. ഇനി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എപ്പോൾ പോകുമ്പോഴാണ് മാസാവസാനം വരെ കാത്തു നിൽക്കാതെ, സെയിം ക്വസ്റ്റ്യൻ ആണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇതിപ്പോ പല സാഹചര്യം ഉണ്ട്, ഇത് ഒന്നൊന്നല്ല. ഇനി രണ്ട് സാഹചര്യം ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ സാഹചര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ പോവാണ്, ഒരു അതർ സർവീസിലേക്ക്, ഫോറിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുമ്പോഴും ഇത് സംഭവിക്കാം. ഇനി അടുത്ത ചോദ്യം, 45 ദിവസത്തെ ഏൺ ലീവിൽ പോകുന്ന ഗസറ്റഡ് അല്ലാത്ത ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ശമ്പള അഡ്വാൻസ് എത്രയാണ്? നമുക്കിങ്ങനെ ഒരു ഇതുണ്ട്, ലീവ് എടുത്തു കഴിഞ്ഞാൽ, ശരിക്കും ഒരു മാസത്തിൽ കൂടുതൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ ആ ലീവ് പീരീഡിലെ സാലറി വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാമെന്നൊരു ഇതുണ്ട്. പക്ഷെ ആരും അത് ചെയ്യാറില്ല. അപ്പോൾ 45 ദിവസത്തെ ആർജിതാവധിയിൽ പോകുന്ന, ഏൺ ലീവ് എടുത്തിട്ട് പോകുന്ന ഗസറ്റഡ് അല്ലാത്ത ഒരു ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ശമ്പള അഡ്വാൻസ് എത്രയാണ്? അയാൾക്ക് എത്ര അഡ്വാൻസ് സാലറി കൊടുക്കാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാമെങ്കിൽ അയാൾക്ക് നെറ്റ് എമോലുമെന്റ്സ് ഫോർ 1 month ആഫ്റ്റർ ഡിഡക്റ്റിംഗ് റിക്കവറീസ് ടുവേഴ്സ് PF, ഹൗസ് റെന്റ്, ഇൻകം ടാക്സ്, HB എക്സെട്ര, അയാൾക്ക് വേണ്ട ഡിഡക്ഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷമുള്ള നെറ്റ് എമൗണ്ട് ഒരു മാസത്തെ കൊടുക്കാമെന്നാണ് ആൻസർ. ശമ്പള ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിക്കേണ്ടത് പണം പിൻവലിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് എത്ര പ്രവൃത്തി ദിവസങ്ങൾക്ക് മുമ്പാണ്? സാധാരണഗതിയിൽ ഒരു ബില്ല് ട്രഷറിയിൽ, മന്ത്ലി സാലറിക്കുള്ള ബില്ലുകളൊക്കെ ട്രഷറിയിൽ സമർപ്പിക്കേണ്ടത് 3 പ്രവൃത്തി ദിവസങ്ങൾക്ക് മുമ്പാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, ഓൺലൈൻ സബ്മിഷൻ ആണ് ഇപ്പോൾ, എങ്കിൽ പോലും അത് 3 പ്രവൃത്തി ദിവസങ്ങൾക്ക് മുമ്പാണ് സമർപ്പിക്കേണ്ടത്. താഴെ പറയുന്നവയിലെ ഏത് വകുപ്പിലെ ജീവനക്കാരുടെ ശമ്പളമാണ് മാസത്തെ 1-ാം തീയതി തന്നെ വിതരണം ചെയ്യുന്നത്? ആദ്യത്തെ പ്രവൃത്തി ദിവസം വർക്ക് ചെയ്യുന്ന താഴെ പറയുന്നവയിലെ ഏത് വകുപ്പിലെ ജീവനക്കാർക്കാണ് 1-ാമത്തെ പ്രവൃത്തി ദിവസം സാലറി കൊടുക്കുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഇവിടെ ഓപ്ഷനിൽ റവന്യൂ ഉണ്ട്. അപ്പോൾ റവന്യൂ ആണ് കറക്റ്റ് ആൻസർ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സാലറി എന്ന് പറയുന്നത് ഫസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 30 ദിവസത്തിൽ താഴെയാണ് ലീവെങ്കിൽ, അവധിയെങ്കിൽ ശമ്പളം മുൻകൂറായി അനുവദിക്കില്ല. എത്ര ദിവസത്തിൽ കുറവായാലാണ് ഇത് ബാധകം? അപ്പോൾ 30 ദിവസമെങ്കിലും ലീവ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അഡ്വാൻസ് അനുവദിക്കാറുള്ളൂ. ലീഗൽ മെട്രോളജി വകുപ്പിലെ ജീവനക്കാരുടെ മാസശമ്പളം വിതരണം ചെയ്യേണ്ട തീയതി എന്നാണ്? ലീഗൽ മെട്രോളജി വകുപ്പിൽ 3rd വർക്കിംഗ് ഡേയിലാണ്, 3-ാമത്തെ പ്രവൃത്തി ദിവസമാണ്. അടുത്ത ചോദ്യം, ശമ്പള ബില്ലുകളിൽ ഒപ്പിടുന്നതിനെക്കുറിച്ചും അവ സമർപ്പിക്കുന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ദ സൈനിങ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് പേ ബിൽസ് ആർ എക്സ്പ്ലെയിൻഡ് ഇൻ, അത് KFC 76, ആർട്ടിക്കിൾ 76 KFC വോളിയം 1-ലാണ് അത് പ്രതിപാദിക്കുന്നത്. ട്രഷറിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് ശമ്പള ബില്ലുകളിൽ ആരാണ് ഒപ്പിടേണ്ടത്? ശമ്പള ബില്ലുകളിൽ ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കാലമാണ്, സ്പാർക്ക് ബില്ലാണ്, ഡിജിറ്റൽ സിഗ്നേച്ചറാണ്, ഓൺലൈൻ സബ്മിഷനാണ്. അപ്പോൾ എങ്കിൽ പോലും ഇതിൽ ഒപ്പിടേണ്ടത് ആരാണ്? ഒപ്പിടേണ്ടത് ആ സ്ഥാപനത്തിലെ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസറാണ്, അല്ലെങ്കിൽ ഡ്രോയിങ് ഓഫീസറാണ്. അതിന് നമ്മൾ ചുരുക്കി DDO എന്ന് പറയും. DDO ആണ് ഒപ്പിടേണ്ടത്. ഈ DDO, ഒരു സ്ഥാപനത്തിലെ DDO എന്ന് പറയുന്നത് അത് ഗസറ്റഡ് ആവാം, നോൺ ഗസറ്റഡ് ആവാം, അങ്ങനെയുണ്ട്. ചില സ്ഥാപനങ്ങളിലെ DDOമാർ ഗസറ്റഡ് ഓഫീസർമാരായിരിക്കും, ചില സ്ഥാപനങ്ങളിലെ ഗസറ്റഡ് ഓഫീസർമാർ ആയിരിക്കില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഗവൺമെന്റ് യു പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ,
ആ ഗവൺമെന്റ് യു പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഒരു DDO ആണ്, ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസറാണ്. എന്നാൽ അദ്ദേഹം ഗസറ്റഡ് ഓഫീസർ അല്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, സാധാരണഗതിയിൽ ഗസറ്റഡ് ഓഫീസർമാരുടെ ഇൻക്രിമെന്റ് അനുവദിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഗസറ്റഡ് ഓഫീസർമാരുടെ കേസിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അക്കൗണ്ടന്റ് ജനറലാണ്. അതുകൊണ്ടാണ് അക്കൗണ്ടന്റ് ജനറലാണ് ഇൻക്രിമെന്റ് അനുവദിക്കാനുള്ള അധികാരം. അടുത്ത ചോദ്യം, ഒരു ഓഫീസിലെ ഗസറ്റഡ് അല്ലാത്ത ഉദ്യോഗസ്ഥരുടെ ഇൻക്രിമെന്റ് രജിസ്റ്റർ സൂക്ഷിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? ഇപ്പൊ സാധാരണ നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ഓഫീസിൽ ജോലി ചെയ്യുന്ന ഇപ്പൊ ക്ലർക്ക്, പിന്നെ അധ്യാപകർ, അങ്ങനെയുള്ള ജീവനക്കാരുടെ ഒക്കെ ഇൻക്രിമെന്റുകൾ ഓരോ വർഷവും കൊടുക്കുന്നത് ആരാണ്? ആ ബന്ധപ്പെട്ട DDO ആണ്. ആ DDO ഇൻക്രിമെന്റ് നൽകി കഴിയുമ്പോൾ ആ ഇൻക്രിമെന്റിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻക്രിമെന്റ് രജിസ്റ്ററിൽ, ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള ഇൻക്രിമെന്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടുത്തെ ചോദ്യം ഇതാണ്, ഹു ഈസ് ദ ഓഫീസർ ഓതറൈസ്ഡ് ടു മെയിൻറ്റെയിൻ ദി രജിസ്റ്റർ ഓഫ് ഇൻക്രിമെന്റ്സ് ഓഫ് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് ഓഫ് ആൻ ഓഫീസ്? ആരാണ് ഇത് സൂക്ഷിക്കേണ്ടത് അല്ലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അത് ഡ്രോയിങ് ഓഫീസറാണ്. ആൻസർ ഡ്രോയിങ് ഓഫീസർ. നോർമലി സാധാരണഗതിയിൽ ആരാണ് ഗസറ്റഡ് ഓഫീസർമാരുടെ ഇൻക്രിമെന്റ് അനുവദിക്കുന്നത്? അടുത്ത ചോദ്യമാണ്. ഇൻക്രിമെന്റ് അനുവദിക്കുന്നത് അക്കൗണ്ടന്റ് ജനറലാണ്. ഗസറ്റഡ് ഓഫീസർമാരുടെ കേസ് വരുമ്പോൾ ഒക്കെ തന്നെ അതിൻ്റെ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് ജനറലാണ്. കാരണം ഗസറ്റഡ് ഓഫീസർമാരുടെ ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ വേറെ എവിടെയും അങ്ങനെ കീപ്പ് ചെയ്യുന്നില്ല, അക്കൗണ്ടന്റ് ജനറലിന്റെ അടുത്താണ്. അത് ഗസറ്റഡ് എൻടൈറ്റിൽമെന്റ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ പോലും AG സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ അടുത്താണ് സർവീസ് ബുക്ക് ഉണ്ടാവുക. സർവീസ് ബുക്ക് ശരിക്കും ഗസറ്റഡ് ഓഫീസർമാരുടെ സർവീസ് ബുക്കുകൾ എല്ലാം AG വെരിഫൈ ചെയ്ത് എല്ലാം ഉറപ്പിച്ച് അവിടെ ഗസറ്റഡ് എൻടൈറ്റിൽമെന്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ഈ പിന്നെ ഗസറ്റഡ് ഓഫീസർമാരുടെ സർവീസ് ബുക്കുകൾ സൂക്ഷിക്കുന്നത് ശരിക്കും ആ ഗസറ്റഡ് ഓഫീസർക്ക് മുമ്പുണ്ടായിരുന്ന ഇവരുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാണോ അതാണ്. സാധാരണഗതിയിൽ എക്സെപ്ഷൻസ് ഉണ്ടാവാം. അടുത്ത ചോദ്യം, ഗസറ്റഡ് ഓഫീസർമാരുടെ സേവന, അത് പറയേണ്ട കാര്യമില്ല, ഞാനിപ്പോൾ ചോദ്യം അത് പറഞ്ഞു വീണ്ടും. ഇന്ത്യക്ക് പുറത്തായിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഇന്ത്യയിൽ നിന്ന് ലഭിക്കേണ്ട ശമ്പളം കൈപ്പറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് ആരാണ്? അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഗസറ്റഡ് ഓഫീസർ, അയാൾക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കേണ്ട ശമ്പളമൊക്കെ കൈപ്പറ്റണം. അങ്ങനെ കിട്ടണമെങ്കിൽ അതിനുള്ള ക്രമീകരണം ആര് ചെയ്യണം എന്നാണ് ചോദ്യം. അത് അയാൾ തന്നെ ചെയ്യണം, ഈ ബന്ധപ്പെട്ട ഗസറ്റഡ് ഓഫീസർ തന്നെ ചെയ്യണം. അതായത് ഓഫീസർ ഹിംസെൽഫ് ടു റിസീവ് ഇറ്റ് ഇൻ ഇന്ത്യ, അത് ഇന്ത്യയിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി അയാൾ തന്നെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം. അടുത്ത ചോദ്യം, ഗസറ്റഡ് ഗവൺമെന്റ് ഓഫീസർമാരുടെ ചുമതല കൈമാറ്റ റിപ്പോർട്ടിന്റെ പകർപ്പ് ഒരേ സമയം ആർക്കെല്ലാം അയക്കണം? അതായത് ഗസറ്റഡ് ഓഫീസർമാർ ജോയിൻ ചെയ്യുകയോ അവരുടെ നിന്ന് റിലീവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ തയ്യാറാക്കുന്ന ഒരു രേഖയാണ് റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ്. ഞാനത് 100 തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഫോം നമ്പർ 7 ഇത് തയ്യാറാക്കുന്നത്. അതിൻ്റെ ചുരുക്കപ്പേരാണ് RTC. ഈ RTC എന്ന് പറയുന്നത് ഒരു ജോയിനിങ് റിപ്പോർട്ടായിട്ടും ഉപയോഗിക്കാം, ഒരു റിലീവിംഗ് ഓർഡറായിട്ടും ഉപയോഗിക്കാം. സാധാരണഗതിയിൽ നമ്മൾ നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ജീവനക്കാരൊക്കെ ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് പോകുമ്പോൾ, ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ നമ്മൾ റിലീവ് ചെയ്തിട്ടാണ് പോവുക. അതിനൊരു റിലീവിംഗ് ഓർഡർ ഉണ്ടാവും. അപ്പോൾ പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്യുമ്പോൾ ഈ റിലീവിംഗ് ഓർഡറുമായിട്ട് ചെന്നിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. എന്നാൽ ഗസറ്റഡ് ഓഫീസർമാർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറി പോകുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അവർ പിന്നെ റെഡിയാക്കുന്ന ഒരു രേഖയാണ് RTC അഥവാ റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യം ഞാൻ പറയാം. RTC ഒരേ സമയം ആർക്കെല്ലാം അയക്കണം? നമുക്ക് ഗസറ്റഡ് ഓഫീസറുടെ കാര്യം ആയതുകൊണ്ട് ഇത് ട്രഷറി ഓഫീസർക്ക് അയക്കണം, അക്കൗണ്ടന്റ് ജനറലിന് അയക്കണം, ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് അയക്കണം, വകുപ്പ് മേധാവിക്ക് അയക്കണം. 3 പേർക്ക് ഒരേ സമയം അയക്കാം. ട്രഷറി ഓഫീസർക്ക്, അക്കൗണ്ടന്റ് ജനറലിന്, വകുപ്പ് മേധാവിക്ക് 3 പേർക്കും ഒരേ സമയം അയക്കണം.
അടുത്ത ചോദ്യം, ഒരു ഗസറ്റഡ് ഓഫീസറുടെ ഓരോ ചുമതല കൈമാറ്റവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അക്കൗണ്ടന്റ് ജനറലിന്റെ തപാൽ വഴി റിപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? അപ്പോൾ ഒരു പുതിയ ഓഫീസിൽ ഒരു ഗസറ്റഡ് ഓഫീസർ ജോയിൻ ചെയ്തു. സപ്പോസ് ഒരു ഓഫീസിലെ ഗസറ്റഡ് ഓഫീസർ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുന്ന സമയത്ത് അയാൾ RTC തയ്യാറാക്കി. RTCയിലാണ് ജോയിൻ ചെയ്യുന്നത് നമ്മൾ ശരിക്കും. അപ്പോൾ RTC എന്ന് പറയുന്ന ഒരു ഫോമാണ്. ഫോം നമ്പർ 7 ആണ്. അതിൽ റിലീവ്ഡ് ഓഫീസർ ഉണ്ടാവും, റിലീവിംഗ് ഓഫീസർ ഉണ്ടാവും. അത് ഞാൻ ഒരിക്കൽ കൂടി വിശദീകരിക്കണോ? പറയാം. അതായത് നമ്മൾ ഒരു ഗസറ്റഡ് ഓഫീസർ ഒരു ഓഫീസിൽ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ, അതായത് ട്രാൻസ്ഫർ ആയി വരുന്നു, ഒരു പുതിയ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ നിലവിൽ ആ ഓഫീസിന്റെ ചാർജ് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവും. നമ്മളെ പോസ്റ്റിൽ ചാർജ് എടുത്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവാം. അയാളുടെ അടുത്തു നിന്നാണ് നമ്മൾ ഈ RTC, അയാളും പുതിയതായിട്ട് ചെന്ന ഗസറ്റഡ് ഓഫീസറുമായിട്ടാണ് ഈ RTC തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആ നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ശരിക്കും ചാർജ് നഷ്ടപ്പെടുന്നത് ഇയാൾ ചെല്ലുന്നതുകൊണ്ട്. ഈ ഗസറ്റഡ് ഓഫീസർ അങ്ങോട്ട് ചെല്ലുന്നതുകൊണ്ട് അയാൾക്ക് ചാർജ് നഷ്ടപ്പെടും. അതുകൊണ്ട് അയാളെ റിലീവ്ഡ് ഓഫീസർ എന്നാണ് പറയുക. അതായത് അവിടെ ഉണ്ടായിരുന്ന ആളെന്നുള്ള അർത്ഥമല്ല, ആർക്കാണോ ചാർജ് നഷ്ടപ്പെടുന്നത് അയാളെ നമ്മൾ റിലീവ്ഡ് ഓഫീസർ എന്ന് പറയും. ഈ പുതിയതായിട്ട് ചെന്ന ഗസറ്റഡ് ഓഫീസർക്കാണ് ചാർജ് കിട്ടുന്നത് അവിടുത്തെ. അതുകൊണ്ട് അയാളെ നമ്മൾ റിലീവിംഗ് ഓഫീസർ എന്നും പറയും. അപ്പൊ റിലീവിംഗ് ഓഫീസർ എന്ന് പറയുന്നത് പുതിയതായി ചാർജ് കിട്ടുന്ന ഓഫീസറാണ്. ചാർജ് നഷ്ടപ്പെടുന്ന ഓഫീസറാണ് റിലീവ്ഡ് ഓഫീസർ. അപ്പൊ ഇത് ഒരു ഓഫീസിലെ ഈ ഫോമിൽ റിലീവ്ഡ് ഓഫീസറും റിലീവിംഗ് ഓഫീസറും ഈ ഫോം നമ്പർ 7 അഥവാ RTCയിൽ ഉണ്ട്. അവിടെ നമ്മൾ ബന്ധപ്പെട്ട ആളുടെ പേര് ഒക്കെ എഴുതി അവർ ഒപ്പിടേണ്ടതാണ്. എന്നാൽ ഈ ഇപ്പൊ വന്ന് ഇവിടെ ജോയിൻ ചെയ്ത ഗസറ്റഡ് ഓഫീസർ ഇവിടുന്ന് പുറത്തേക്ക് പോവാണ്, വേറൊരു ഓഫീസിലേക്ക് പിന്നീട് പോയി എന്ന് വെച്ചോ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്, ഈ ഗസറ്റഡ് ഓഫീസർ ആ സമയത്ത് ഇവിടെ ചാർജ് നഷ്ടപ്പെടുന്ന ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പോൾ ഈ സമയത്ത് RTC തയ്യാറാക്കുമ്പോൾ ഇയാള് ആരായിരിക്കും? റിലീവ്ഡ് ഓഫീസർ ആയിരിക്കും. ഓക്കെ. പൊതുവായ നിയമം അനുസരിച്ച് ഗസറ്റഡ് സർക്കാർ ജീവനക്കാരുടെ ചുമതല കൈമാറ്റ റിപ്പോർട്ടിൽ ആരാണ് ഒപ്പിടേണ്ടത്? RTC തയ്യാറാക്കുമ്പോൾ ആരാണ് ഒപ്പിടേണ്ടതെന്നാണ് ചോദ്യം. രണ്ടുപേരും കൂടെ, അതായത് ചുമതല ഒഴിഞ്ഞ ഉദ്യോഗസ്ഥനും ചുമതല ഏറ്റ ഉദ്യോഗസ്ഥനും. ഇപ്പൊ അങ്ങോട്ട് ചേർന്ന ഉദ്യോഗസ്ഥൻ ചുമതല ഏറ്റ ഉദ്യോഗസ്ഥനാണ്. അവിടുന്ന് പോകുന്ന ഉദ്യോഗസ്ഥൻ അല്ലെ അവിടെ തന്നെ ഒരു സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ചിലപ്പോൾ ചാർജ്. അയാളുടെ ചാർജ് ഇല്ലാതാവുകയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടിയാണ് RTC തയ്യാറാവേണ്ടത്. ഏത് സാഹചര്യത്തിലാണ് ഗസറ്റഡ് ഓഫീസറുടെ ചുമതല കൈമാറ്റ റിപ്പോർട്ടിൽ മേലധികാരിയുടെ ഒപ്പ് ആവശ്യമായി വരുന്നത്? ചില സന്ദർഭങ്ങളിൽ കൗണ്ടർ സൈൻ വേണ്ടി വരും. ഇമ്മീഡിയറ്റ് ഹയർ ഓഫീസറുടെ കൗണ്ടർ സൈൻ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭം എന്ന് പറയുന്നത് അവിടെ ചെല്ലുന്ന ഗസറ്റഡ് ഓഫീസർ ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ചാർജിലുള്ള ആളോ അവിടുത്തെ ഗസറ്റഡ് ഓഫീസറോ ഇല്ലാതിരിക്കാം. അപ്പോൾ ഭരണപരമായ ബുദ്ധിമുട്ടുകൾ കാരണം ഒഴിയുന്ന ഉദ്യോഗസ്ഥനും ചുമതലയേൽക്കുന്ന ഉദ്യോഗസ്ഥനും സംയുക്തമായി ഒപ്പിടാൻ കഴിഞ്ഞില്ല എങ്കിൽ, അത് ഒരേ സമയത്ത് ഒപ്പിടാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യണം? അത് ആ RTC ഹയർ ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്യണം. RTC തയ്യാറാക്കുന്നത് ആരാണ്? അടുത്ത ചോദ്യം അതാണ്. RTC തയ്യാറാക്കുന്നത് ഒരു ഗസറ്റഡ് ഓഫീസറാണ്. ഒരു ഗസറ്റഡ് ഓഫീസറുടെ RTC സംബന്ധിച്ച വിവരം ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞതാണ്. അക്കൗണ്ടന്റ് ജനറലിനോട് റിപ്പോർട്ട് ചെയ്യണം, വകുപ്പ് മേധാവിക്ക് റിപ്പോർട്ട് ചെയ്യണം, ബന്ധപ്പെട്ട ട്രഷറിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഗസറ്റഡ് ഓഫീസർമാരുടെ ചുമതല കൈമാറ്റ റിപ്പോർട്ട് RTC തയ്യാറാക്കുന്ന ഏത് ഫോമിലാണ്? ഫോം നമ്പർ KFC ഫോം നമ്പർ 7. ഓക്കെ. അടുത്ത ചോദ്യം, ചുമതലയൊഴിയുന്ന ഉദ്യോഗസ്ഥനും അതായത് റിലീവ്ഡ് ഓഫീസറും റിലീവിംഗ് ഓഫീസറും സംയുക്തമായി ഒപ്പിട്ട RTC ആണെങ്കിൽ താഴെ പറയുന്നവ ഏതാണ് ബാധകം? രണ്ടുപേരും ഒരേ സമയം ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മേലധികാരിയുടെ കൗണ്ടർ സൈൻ ആവശ്യമില്ല എന്നതാണ് ആൻസർ. മേലധികാരിയുടെ കൗണ്ടർ സൈന് ആവശ്യമില്ല. ഇനി അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരു സർക്കാർ ഉത്തരവ് പ്രകാരം ഗസറ്റഡ് ഓഫീസറായിട്ടുള്ള പി എന്ന് പറയുന്ന ഗസറ്റഡ് ഓഫീസറായ ക്യൂവിൽ നിന്ന് ഒരു ഓഫീസിന്റെ ചുമതല ഏറ്റെടുക്കുന്നു. ക്യൂവിൽ നിന്ന് ഓഫീസിന്റെ ചുമതല ഏറ്റെടുക്കുന്നു. ഫോം നമ്പർ 7 ചാർജ് റിപ്പോർട്ട് അക്കൗണ്ടന്റ് ജനറൽ അയച്ചു. ഏറ്റെടുത്തതിന് ശേഷം ഫോം നമ്പർ 7 പ്രകാരം ഇതിൽ ആരാണ്
റിലീവ്ഡ് ഓഫീസർ എന്നാണ് ചോദ്യം. ആർക്കാണ് ഇവിടെ ചാർജ് നഷ്ടപ്പെട്ടത്? എവിടുന്നാ ചാർജ് എടുത്തത്? ക്യൂവിൽ നിന്നാണ് ചാർജ് ഏറ്റെടുത്തത്. പി ക്യൂവിൽ നിന്നാണ് ചാർജ് ഏറ്റെടുത്തത്. അപ്പൊ ക്യൂവിന്റെ ചാർജാണ് നഷ്ടപ്പെട്ടത്. സോ ദ റിലീവ്ഡ് ഓഫീസർ ഈസ് ക്യൂ. ഓക്കെ, നമ്മൾ ടൈം കൂടുന്നത് കൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ 4-ാമത്തെ അധ്യായത്തിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ, ഇനി ഒരു വീഡിയോ കൂടി ഈ അധ്യായത്തിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വീഡിയോസ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നത് പ്ലേലിസ്റ്റ് ആയിട്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ താഴെ നമ്മൾ എടുത്തു നോക്കിയാൽ പ്ലേലിസ്റ്റ് എന്ന് കാണാം. പ്ലേലിസ്റ്റ് അമർത്തി കഴിയുമ്പം KFCയുടെ ഏതെങ്കിലും ഒരു വീഡിയോ വരും. ആ വീഡിയോയിൽ ടച്ച് ചെയ്താൽ KFCയുടെ ഫുൾ വീഡിയോസ് നമുക്ക് അങ്ങനെ ഫുൾ വീഡിയോ നമുക്ക് ക്രമത്തിൽ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഇത് കേൾക്കേണ്ടത്. എന്നാൽ മാത്രമേ എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. എവിടുന്നെങ്കിലും കണ്ടാൽ ഏതെങ്കിലും വീഡിയോസ് ആയിരിക്കും നമുക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഈ പിന്നെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ രേഖപ്പെടുത്തണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. മാത്രമല്ല ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.